ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള സന്ദർശിക്കും. ഗംഗ, യമുന, സരസ്വതി നദികളുടെ ത്രിവേണി സംഗമത്തിൽ രാഷ്ട്രപതി പുണ്യസ്നാനം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ്, അമേരിക്ക സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 12 വരെ ഫ്രാൻസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിലും ഉഭയകക്ഷി ചർച്ചകളിലും പങ്കെടുക്കും. തുടർന്ന് 2 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലേക്ക് തിരിക്കും. പരീക്ഷാ പേ ചർച്ചയുടെ 8ാം പതിപ്പ് നാളെ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ രാവിലെ 11-നാണ് പരിപാടി. ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടുന്നതിനുള്ള മികച്ച മാർഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കും. മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് രാജിവെച്ചു. ഇംഫാലിലെ രാജ്ഭവനിലെത്തി ഗവർണർ അജയ് കുമാർ ഭല്ലയ്ക്ക് അദ്ദേഹം രാജിക്കത്ത് കൈമാറി. നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 31 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. വെടിവയ്പിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. ബിജാപൂർ ജില്ലയിലെ വനപ്രദേശത്ത് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സുരക്ഷാസേന നടത്തിയ തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. എയ്റോ ഇന്ത്യ 15ാം പതിപ്പ് രാജ്യത്തിന്റെ വ്യോമമേഖലയിലെ നാഴികക്കല്ലായിരിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പ്രദർശനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാളെ മുതൽ 14 വരെ ബംഗളൂരു യലഹങ്കയിലെ വ്യോമത്താവളത്തിലാണ് എയ്റോ ഇന്ത്യ പ്രദർശനം. അപൂർവ ഗ്രൂപ്പ് രക്തദാതാക്കളെ തിരിച്ചറിയാനുള്ള പ്രത്യേക രജിസ്ട്രി കേരള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ പുറത്തിറക്കി. കൊച്ചിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ പങ്കെടുത്ത ദേശീയ കോൺക്ലേവിലാണ് രജിസ്ട്രി പ്രകാശനം ചെയ്തത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളം ഇന്ത്യയ്ക്ക് പുതിയ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് മന്ത്രി എം ബി രാജേഷ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗ് ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. കനോലി കനാൽ കേന്ദ്രീകരിച്ച് കോഴിക്കോട് കനാൽ സിറ്റി യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. നവീകരിച്ച ടൗൺ ഹാൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും തുടർന്ന് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനും സജ്ജമാകാൻ UDF പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത് പ്രിയങ്ക ഗാന്ധി MP. UDF ബൂത്തുതല നേതൃത്വ സംഗമം കോഴിക്കോട് മുക്കത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. 130ാമത് മാരാമൺ കൺവെൻഷന് തുടക്കമായി. മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്തു. കോഴഞ്ചേരി, മാരാമൺ, പമ്പ നദിക്കരയിൽ ഈ മാസം 16 വരെയാണ് കൺവെൻഷൻ. 7 ദിവസമായി പത്തനംതിട്ട പമ്പ മണൽപ്പുറത്തെ വിദ്യാധിരാജ നഗറിൽ നടന്നുവന്ന ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് സമാപനമായി. സമാപന സഭയുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ 2ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 305 റൺസ് വിജയലക്ഷ്യം. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 30ാം ഓവറിൽ 2 വിക്കറ്റിന് 220 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സെഞ്ചുറി നേടി. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്ന് 5 മെഡലുകൾ. 1 സ്വർണം, 2 വെള്ളി, 3 വെങ്കലം എന്നിവയാണ് ഇന്ന് കേരളം കരസ്ഥമാക്കിയത്. ഡെക്കാത്തലനിൽ എൻ തൗഫീഖാണ് സ്വർണം നേടിയത്. പകുതി വില തട്ടിപ്പിൽ ഹൈക്കോടതി മുൻ ജസ്റ്റിസ് CN രാമചന്ദ്രനെതിരെ കേസെടുത്ത് പോലീസ്. സന്നദ്ധ സംഘടന നൽകിയ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസാണ് കേസെടുത്തത്. കേസിൽ 3ാം പ്രതിയാണ് CN രാമചന്ദ്രൻ. കടുവ ഭീതിയിൽ വയനാട് തവിഞ്ഞാൽ. ഇന്നലെ വൈകിട്ടോടെ തലപ്പുഴ കമ്പിപ്പാലത്തും കൊട്ടേരിക്കുന്നിലും കടുവയുടെ കാൽപ്പാടുകൾ സ്ഥിരീകരിച്ചതോടെ പ്രദേശത്ത് വനംവകുപ്പ് തിരച്ചിൽ ആരംഭിച്ചു. 30ഓളം വനപാലകർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നു. തിരുവനന്തപുരം പ്ലാമൂട് മുതൽ PMG വരെയുള്ള വൺ വേ റോഡിൽ ടാറിംഗ് നടക്കുന്നതിനാൽ ഇന്ന് രാത്രി 10 മുതൽ നാളെ രാവിലെ 7 വരെ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ സമയം റോഡിൽ പാർക്കിംഗ് അനുവദിക്കില്ലെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുകൾ സ്വീകരിക്കുന്നതിന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. നാളെ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെ തിരുവനന്തപുരം നന്ദാവനത്തുള്ള മുസ്ലിം അസോസിയേഷൻ ഹാളിൽ ഒറിജിനൽ പാസ്പോർട്ടുകൾ സ്വീകരിക്കും. ബുധനാഴ്ച കൊച്ചിയിലും ഈ മാസം 16-ന് കണ്ണൂരിലും 17-ന് കാസർഗോഡും കൗണ്ടറുകൾ പ്രവർത്തിക്കും. ഇടുക്കി ഗ്യാപ്പ് റോഡ് ബൈസൺവാലി റൂട്ടിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. മലപ്പുറം ചങ്ങരംകുളം സ്വദേശി റാഷിദാണ് മരിച്ചത്. ടിപ്പർ ലോറി കുഴിയിലേക്ക് മറിഞ്ഞ് കുടുങ്ങിയ ഡ്രൈവറെ രക്ഷപ്പെടുത്തി. കോഴിക്കോട് ഓമശ്ശേരി പഞ്ചായത്തിലെ തൂങ്ങാംപുറത്താണ് സംഭവം. കൊല്ലം തേനി ദേശീയപാതയിൽ പെണ്ണൂക്കരയ്ക്ക് സമീപം KSRTC റിക്കവറി വാഹനം സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. വെട്ടിയാർ വൃന്ദാവനം സന്ദീപ് സുധാകരനാണ് മരിച്ചത്. സംസ്ഥാനത്ത് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത്, വാർഡ് വിഭജനത്തിന്റെ കരട് നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള പരാതികളിലെ ഹിയറിംഗ് 9 ജില്ലകളിൽ പൂർത്തിയായി. എല്ലാ ജില്ലകളിലെയും ഹിയറിംഗ് പൂർത്തിയായ ശേഷം ഭേദഗതി നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കും.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.